ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഷിംല ട്രിപ്പിൻ്റെ 2ാം ദിവസമാണിന്ന്. ഇപ്പം സമയം 9:30 നമ്മളിപ്പം റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് ജാക്കോ ഹില്ലും അവിടെ ടെമ്പിളും, ഈ 2 സ്ഥലത്തേക്കാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുഫ്രിയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ എൻട്രൻസ്. റോഡിന് താഴ്വശത്തായതുകൊണ്ട് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ഇങ്ങനെ ടോപ്പിലാണ്. ഈ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇവിടെയാണ് നമ്മൾ ഇന്നലെ ദിവാലിയൊക്കെ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുന്നുള്ള കാഴ്ച. ചാളോണക്ക വണ്ടിയൊക്കെ തുടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് ജാക്കോ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയിലേക്ക് തിരിഞ്ഞു. ചെറിയ ഇടുങ്ങിയ വഴിയാണ്. ഇനി മുകളിൽ വരെ ഫുള്ള് കയറ്റമായിരിക്കും. അങ്ങനെ നമ്മളിതാ ടെമ്പിളിൻ്റെ അവിടെ എത്തി. ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ റൂമിൻ്റെ അവിടുന്ന്. ഫുള്ള് ചുരമാണ്. ഇളകി അപ്പോൾ ഞാനിതാ ജാക്കു ടെമ്പിളിൻ്റെ അവിടെ എത്തി. ഈ പുറകെ കാണുന്നതാണ് ടെമ്പിൾ. അതുപോലെ ഇത് സ്ഥിതി ചെയ്യുന്നത് ജാക്കു ഹില്ലിലാണ്. സീ ലെവലിന് ഏകദേശം 2500 മീറ്റർ ഉയരത്തിൽ, അതായത് 8000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയ ഹനുമാൻ്റെ സ്റ്റാച്ചുവും കൂടിയുണ്ട്. അതും കൂടെ കാണിച്ചു തരാം. ഇതൊരു ഹനുമാൻ്റെ അമ്പലമാണ്. അതുപോലെ ദസറയുടെ സമയത്ത്, അതായത് നവരാത്രിയുടെ സമയത്തൊക്കെ ഇവിടെ വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതാ ഹിമാലയ. ദൂരത്തേക്ക് നോക്കിയാൽ ഹിമാലയൻ പീക്സ് ഒക്കെ കാണാം കേട്ടോ. ഈ കാണുന്നത് അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെയുള്ള, ഇതാ കണ്ടോ, അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെയുള്ള ഒരു ചെറിയ പാർക്കാണ്. ഇതാണ് നമ്മുടെ അമ്പലമുള്ള സ്ഥലം. ഇവിടെ താഴോട്ട് വന്നാൽ ഇവിടെ റോപ്പ്, ഇവിടുന്നാണ് റോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇത് മാൾ റോഡിലേക്കാണ് പോയി വരുന്നത്. അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ റോപ്പിൽ കയറാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഒരു 5-10 മിനിറ്റ് എടുക്കുന്ന പറഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ടോ. നമ്മൾ താഴേക്ക് പതിയെ നീങ്ങിയാണ്. അപ്പോൾ ഇതാണ് വ്യൂ. നമുക്ക് കംപ്ലീറ്റ് ഷിംല കാണാനായിട്ട് സാധിക്കും. അതുപോലെ ദൂരത്തേക്ക് ഹിമാലയൻ മഞ്ഞുമലകളും കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഇവിടെ താഴെ ഇറക്കുന്നില്ല. നമ്മളിവിടുന്ന് തന്നെ തിരിച്ച് മുകളിലേക്ക് പോകണം. റോപ്പ് വഴി മാൽ റോഡ് നമ്മൾ വൈകുന്നേരം വരുന്നതായിരിക്കും. നമുക്കിനി കുഫ്രിയിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഞങ്ങളിതാ മുകളിലേക്ക് തിരിച്ച് പോകാട്ടോ. 2 കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ കുഫ്രി, വൈകുന്നേരം തിരിച്ച് നേരെ മാൽ റോഡിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഞങ്ങളിത് അടുത്ത ലൊക്കേഷനിലെത്തി. കുഫ്രി സൂ ആണ്.
ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കുന്നവർ ഇതാണ് എൻട്രി പോയിന്റ്. ഭയങ്കര വലിപ്പുണ്ട്. സാധാരണ പുലി കിടന്ന് ഉറങ്ങല്ലേ കുറച്ച് വെള്ളത്ത് രാവിലെ അവിടെ നോക്കുന്നോ കണ്ണു രണ്ടെണ്ണം ഉണ്ടോ ഒന്നല്ല ഒന്ന് കണ്ടാ മനസ്സിലാവുന്നില്ല അല്ലേ ഒരു കരടിയാ കിടക്കുന്നുണ്ട് മരം വെട്ടിയിട്ട് അവര്. ഇത് കുറച്ച് വലിയ പുലിയാ, നല്ല സാടാ, തല താത്ത് കിടന്നുറങ്ങി. ഇതെത്ര സാധനം അല്ലേ അത്ര കിട്ടിയത്? നോക്കൂ എന്താ പാവല്ലേ വിട്ടോ വിട്ടോ. ഇതാണ് ഇതിൻ്റെ എക്സിറ്റ് പോയിന്റ്. അപ്പം ഞങ്ങളിതാ സൂന്ന് ഇറങ്ങി ഇത് നേരെ താഴേക്ക് വിടുകയാണ്. എവിടുന്നെങ്കിലും ഫുഡ് കഴിക്കണം. ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതെന്തൊക്കെയാണ്? ലച്ച പൊറോട്ടയും പിന്നെ ഇതെന്താ പനീർ ലബാർദാറാണ്. ഇപ്പം ഞങ്ങളിതാ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇപ്പം സമയം 3:30 ഇനി നമ്മൾ നേരെ റിഡ്ജിലേക്ക് പോവാണ്, ഷിംല. പിന്നെ വൈകുന്നേരം മൊത്തം അവിടെ തന്നെ ആയിരിക്കും. റിഡ്ജ്, മാൾ റോഡ്, അവിടെയൊക്കെ തന്നെ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ കറങ്ങലാണ്. അപ്പം ഞങ്ങളിത് ഒടുവിൽ ഷിംലയിൽ റിഡ്ജിലേക്ക് തിരിച്ചെത്തി. ഇവിടെ ഇതിൻ്റെ പുറകിൽ ഈ കാണുന്നുണ്ടോ, ഇതാണ് ക്രൈസ്റ്റ് ചർച്ച്. അതുപോലെ ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. ഞാൻ പുറകിലേക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തെങ്കിലും തിന്നാനുള്ള വകുപ്പുണ്ടോ നോക്കുക. എടാ നല്ല സൺസെറ്റ് വ്യൂ ആയി വരുന്നുണ്ട്, വാ അങ്ങോട്ട് പോവാം. ഈ കാണുന്നതാണ് ഹിമാലയൻ സിദ്ധു. നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്. ട്രൈ ചെയ്തിട്ട് ബാക്കി റിവ്യൂ പറയാം. എന്താ എന്താ സാധനം? നല്ല എരിവുള്ള ചട്നിയാണ്. പുറത്തേക്ക് എന്തുകൊണ്ടുണ്ടാക്കിയാൽ മനസ്സിലാകുന്നില്ല. ഇത് അരിയല്ലേ? നിനക്കെന്താ ഒന്നാ? മണത്ത് നോക്കിയില്ല തിന്ന് മുഴുവനോടിട്ടത്. ഇത് നല്ല ടീം. എന്തുണ്ട് എന്താ ടേസ്റ്റ്? ഇത് നമ്മള് വീട്ടില് കറിക്കരച്ച പോലെ ഉണ്ട്.
എടാ ഈ പുറത്ത് മറ്റേ ചമ്മന്തി മറ്റേ ഇതിന്റെ ചട്നി എന്ന് പറയാം, നമ്മള് മീനിന്റെ എല്ലാം കറിക്കരക്കൂല അതുപോലെ ഉണ്ട്, കളറില്ലാതെ. ഇപ്പോൾ സമയം ഇവിടെ 6:45 നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് താഴോട്ട് നോക്കിയാൽ ഈ കാണുന്നതാണ് മാൽ റോഡ്. 3 ലെയറായിട്ടാണ് ഉള്ളത്, അപ്പർ, മിഡിൽ, ലോവർ. അപ്പറിലുള്ളതാണ് മെയിൻ. അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് പോയിട്ട് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് വീണ്ടും നടക്കാനായിട്ട് ഇറങ്ങും. റൂമിൽ പോയിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും വന്നേക്കാണ്. ഇപ്പം മാൽ റോഡിലേക്ക് പോവാം. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, ലോവർ റോഡിൻ്റെ അവിടുന്ന് മുകളിൽ മാൽ റോഡിലേക്ക് ലിഫ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ലിഫ്റ്റിൽ കയറാൻ പോവാം. ലിഫ്റ്റ് കയറി മുകളിലേക്ക് എത്തി. ഈ സൈഡിലേക്കാണ് മാൽ റോഡ്. പുറകോട്ട് അങ്ങനെ ഒന്നും കാണാനില്ല, മെയിൻ മൊത്തം ഇങ്ങോട്ടാണ്. നമ്മൾ ഇനി ഇങ്ങോട്ട് നടക്കാൻ പോവാണ്. ഇതാരാ? ഇതാണ് ഷിംല ടൗൺ ഹാള്. അപ്പോൾ ഇതൊക്കെയാണ് ഷിംലയിലെ മാൽ റോഡ്. കൾച്ചറലായിട്ടുള്ള ഐറ്റംസും അല്ലാണ്ടും ബ്രാൻഡ് ഐറ്റംസും എല്ലാം ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇവിടെ പൊതുവേ മാൾ റോഡിൽ വണ്ടി കയറ്റാൻ സമ്മതിക്കൂല. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, നമ്മളിപ്പം എവിടെയാ പറയുക, മസൂരി പോയപ്പോഴൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. കുറേ സ്ഥലങ്ങളിൽ അങ്ങനെയാണ്, മാൾ റോഡുകളിൽ വണ്ടി അലൗഡല്ല. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഇത് കണ്ടോ, വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഒരു അലമ്പുമില്ല ഇവിടെ. അല്ലെങ്കിൽ വണ്ടി വർക്ക് ചെയ്യുന്ന അലമ്പ്, ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങൾ, ഒച്ചയും ബഹളവും, അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. ഇതാണ് ചർച്ചിലേക്കുള്ള വഴി. നമ്മൾ നേരത്തെ സൈഡിൽ കൂടി കയറിയതുകൊണ്ട് ഈ വഴിയൊന്നും കണ്ടില്ല. മുകളിൽ കണ്ടോ, ഇതാണ് നമ്മൾ രാവിലെ പോയ ചാക്കോ ടെമ്പിള്, ഹനുമാൻ്റെ പ്രതിമ. അപ്പോൾ ഞങ്ങളിതാ നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി കണ്ടുപിടിച്ച് കയറിയേക്കാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, 2 സ്മാൾ അടിക്കുക, ഫുഡ് അടിക്കുക, നേരെ റൂമിൽ പോയി കിടന്നുറങ്ങുക. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.